നമസ്കാരം. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മലിനീകരണ തോത് തുടർച്ചയായി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലെ അന്തരീക്ഷവും മോശമാണ്. പെട്രോളിലും ഡീസലിലും ഓടുന്ന വാഹനങ്ങളാണ് ഈ മലിനീകരണം കൂടാൻ കാരണമാകുന്നത്. ഈ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുക അന്തരീക്ഷത്തിൽ വിഷം കലർത്തുകയാണ്. വർദ്ധിച്ചു വരുന്ന മലിനീകരണം കണക്കിലെടുത്ത് മഹാരാഷ്ട്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ ഏരിയയിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യത പഠിക്കാനാണ് മഹാരാഷ്ട്ര സർക്കാർ 7-അംഗ സമിതിയെ നിയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. ജനുവരി 22 സർക്കാർ പ്രമേയം പ്രകാരം വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ സുധീർ കുമാർ ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള സമിതി 3 മാസത്തിനകം അതിന്റെ ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് പഠിച്ച് സമർപ്പിക്കും. മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ, മുംബൈയിലെ ജോയിന്റ് പോലീസ് കമ്മീഷണർ, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന്റെ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് പ്രസിഡന്റ്, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മെമ്പർ, സെക്രട്ടറിയാണ് മറ്റ് പാനലിസ്റ്റുകൾ. GR പ്രകാരം ഈ മേഖലയിലെ വിദഗ്ധരെ സഹ അംഗങ്ങളായി ഉൾപ്പെടുത്താനും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നേടാനും കമ്മിറ്റിക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ സമീപ പ്രദേശങ്ങളായ താനെ, റായ്ഗഡ്, പാൽഘർ ജില്ലകളും ഉൾപ്പെടുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോം അനുസരിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുംബൈയിലെ വായു ഗണ്യമായി വഷളായിട്ടുണ്ട്. AQI 2020 മുതൽ ഏകദേശം 12% വർദ്ധിച്ചു. വാഹനങ്ങളിൽ നിന്നുള്ള പുക, വൻകിട നിർമ്മാണ പദ്ധതികൾ തുടങ്ങി മുംബൈയിലെ മോശം വായുവിന് നിരവധി കാരണങ്ങളുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാനത്ത് പെട്രോളും ഡീസലും ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ നിരോധിക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്തോടുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മഹാരാഷ്ട്ര സർക്കാരിനോട് അടുത്തിടെ ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ജനുവരി 9 സ്വമേധയാ ഒരു പൊതു താൽപര്യ ഹർജി കേൾക്കവേ മുംബൈ നഗരങ്ങളിലെ ഗതാഗത കുരുക്കിലും വർദ്ധിച്ചു വരുന്ന മലിനീകരണത്തെക്കുറിച്ചും ജീവിത നിലവാരം, പരിസ്ഥിതി, മൊത്തത്തിലുള്ള സുസ്ഥിരത എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നതിലും ബോംബെ ഹൈക്കോടതി ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ജനുവരി 22 സർക്കാർ 7-അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വായു നിലവാരം മെച്ചപ്പെടുത്താൻ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും അതേസമയം സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ മുംബൈയിൽ ഇലക്ട്രിക് വാഹന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് സ്റ്റേഷനുകളും കുറവാണ്. കൂടാതെ മെട്രോ റെയിൽ ശൃംഖല വിപുലീകരിക്കുന്നതിനുള്ള ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്രോളും ഡീസലും ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് നിത്യേന സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ജോലിയെ ബാധിച്ചേക്കാം.